ഭൂമിയുടെ ഭ്രമണം മൂലമാണ് ദിനരാത്രങ്ങൾ ഉണ്ടാവുന്നത്. സൂര്യൻ നമ്മുടെ സൗരയൂഥത്തിലെ ഒരു വലിയ നക്ഷത്രമാണ്. ഇതിൽ പ്രധാനമായും ഹൈഡ്രജനും ഹീലിയവും അടങ്ങിയിരിക്കുന്നു. നാളെ യൂണിഫോം ഇട്ടിട്ട് വന്നില്ലെങ്കിൽ ക്ലാസ്സിൽ കേട്ടത്തില്ല കേട്ടോ ആൾഡ്രിനെ. ടീച്ചറേ, ഹലോ, സഹായി വന്നില്ലേ? സഹായി ഇപ്പോൾ വരും, വന്നോണ്ടിരിക്കുകയാണ്. പരിചയമുള്ള ആളാണോ? ആണോ? പാലക്കാടാണ്. പാലക്കാട് നല്ല കൈപ്പുണ്യമുള്ള ആളാണോ? ഓക്കെ. എടി, പാപ്പൻശ്ശേരിന്ന് ആരും വരില്ലേ? 32 വർഷമായില്ലേ പോയിട്ട്. അപ്പൊ പിന്നെ ആരെങ്കിലും ഒക്കെ വരും. അപ്പൊ നിനക്കവിടെ ആരെയും അറിയത്തില്ലേ? കണ്ടിട്ട് പോലും ഇല്ല. അതെയോ? അപ്പോ അങ്കിളിന്റെ പെങ്ങളോ? ഡൽഹിയിലാണെന്ന് കേട്ടിട്ടുണ്ട്. ആരുടെ കൂടെ വന്ന് പോയതാ. നാണംകേട് ഭയന്ന വല്യച്ഛൻ അന്ന് ട്രാൻസ്ഫർ വാങ്ങിയില്ലായിരുന്നെങ്കിൽ ഞങ്ങളും പാപ്പശ്ശേരിക്കാരായേനെ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ അല്ലേ വിശേഷങ്ങൾ ഇരിക്കുന്നേ? എന്തൊക്കെയാ വിശേഷമെല്ലാം? നടന്നുകൊണ്ടിരിക്കുന്നു കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങളൊക്കെ വേണ്ട വന്ന് നടത്തി തരാം. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി. വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ചെറിയ ന്യൂസ് ഉണ്ട്. എന്താ? 3-4 മാസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വന്നൊരു വാർത്തയില്ല. കല്യാണ വീടുകളിൽ അവരുടെ വീടുകൾ ബന്ധുക്കാരായിട്ട് കൂടിയിട്ട് അവരുടെ സ്വർണവും പണവും ഒക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന വ്യക്തിയുണ്ട്. ചിലപ്പോൾ കിട്ടിയ വിവരം അവരുടെ ഗ്യാങ്ങിൽപ്പെട്ടവർ ഈ ഏരിയയിലുള്ളൊരു കല്യാണ വീട്ടിൽ കയറാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ മാസം കയറാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് ഈ വീട് തന്നെയാണോന്നില്ലല്ലോ. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ലയോ? ഈ മാസത്തെ കല്യാണം ഉറപ്പിച്ച ഈ പഞ്ചായത്തിൽ ഈ ഒരു വീടേ ഉള്ളൂ. അയ്യോ, ഇവിടെ കാണാൻ വരാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെയല്ല, പരിചയമില്ലാത്ത ആൾക്കാർ ആര് വന്നാലും ആണായാലും പെണ്ണായാലും ഒന്ന് ശ്രദ്ധിക്കുക. പാപ്പനശ്ശേരിക്കാരൊക്കെ വരുന്നുണ്ട്. പലരെയും തിരിച്ചറിയാൻ പാടാ. പിന്നെ ജിൻസി വരുന്നുണ്ട്. അവൾ കോട്ടയത്ത് നിന്ന് കയറും. നാളെ 11 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങും. നീ എവിടെ എത്ര നേരം നിന്നെ വിളിച്ചെവിടെ? അവനൊരു വേഷവും ഹെഡ്സെറ്റും വെച്ചോണ്ട്. എടാ, പിന്നെ പാലക്കാടുകാരൻ നല്ല പാചകക്കാരാണെന്നാ പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായോ? അതുപോലൊക്കെ നിന്നോണം. എടാ, നിനക്ക് വല്ല അറിയാമോ? നിങ്ങളൊക്കെ എങ്ങനെ ഈ റൂമിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ചെറിയൊരു മിനിക്കോണിയുണ്ട്. മോളെ, സ്വർണ്ണമൊക്കെ സൂക്ഷിച്ചോണം കേട്ടോ. കൂട്ടുകാരത്തിനോടാ പറഞ്ഞേ, കേർഫുള്ളായിരിക്കണേ. പാലക്കാടുകാരൻ വന്നോ? വന്നു. എന്താ പേര്? സുമേഷ്. ചേട്ടാവിളിയിൽ എന്താ ഒരു വശപ്പശു? അതിപ്പോൾ കണ്ണൂരുകാർ പറയുന്നത് പോലല്ലോ റാന്നിക്കാർ പറയുന്നത്. അവരെല്ലാം വന്നിട്ടുണ്ട്. 10 പേരുണ്ട്. ഒരു പിടിയും കിട്ടുന്നില്ല. ആരെയും മനസ്സിലാകുന്നില്ല. ആകെപ്പാടെ ടെൻഷൻ. വടനാട് ഓഡിറ്റോറിയത്തിൽ ഞാൻ പോയിരുന്നു. നാളത്തുള്ള സദ്യകളുടെ കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. ശ്രീദേവി കേറ്ററിംഗ്സുകാർക്കാണ് കൊടുത്തിരിക്കുന്നത്. തലേദിവസത്തെ പരിപാടിക്ക് മുറ്റത്ത് തന്നെ ചന്ദ്രവത്തിന്റെ ഹാളുള്ളതുകൊണ്ട് നമുക്ക് വളരെ സൗകര്യമായി. നീ അവിടെ ഇരുന്ന എല്ലാ ഉരുളക്കിഴങ്ങും എടുത്ത് കട്ട് ചെയ്തു. ചേട്ടാ, എന്നിട്ട് വേണം നാളെ നാട്ടുകാരെ എന്നെ തെരുവിൽ ഇതിന്റെ ഗ്യാസ് കയറിയെന്നും പറഞ്ഞു. നീ അതൊന്ന് ഒപ്പിച്ച് വെച്ചാക്കല്ലേ. എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ശരി. നീ ആ മഞ്ഞപ്പൊടി മൊത്തം തീർത്തോ? ഇവരെല്ലാം കുളമാക്കി. ഈ പായസത്തിൽ വെള്ളം ചേർന്നിട്ടുണ്ടോ? പാപ്പിശ്ശേരിയിൽ തന്നെയാണോ വീട്? അല്ല, കുറച്ചു മാറി വളപ്പട്ടണം. ആണ് ഭയങ്കര ഷൈ ആണെന്ന് തോന്നുന്നു.
പുള്ളിക്ക് കുടിയില്ല, വലിയില്ല, അധിക സംസാരവും ഇല്ല. അതുകൊണ്ട് മനസമാധാനമാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ? ഞങ്ങളുടെ പഞ്ചായത്തിൽ പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല അങ്ങനെ ഒരാൾ. ഓരോന്ന് എടുത്തു തരാം, നീ അത് കൊണ്ടുപോയി വിളമ്പിയാ മതി ഓരോന്ന് കേട്ടോ. നീ വന്നേ. എന്താ സാറേ? ചോറ് എവിടാ വിളമ്പുന്നേ? എന്താ സാറേ മനസ്സിലായില്ലേ? ചോറ് എവിടാ വിളമ്പുന്നേന്ന്? ഞങ്ങൾക്ക് ഒരുങ്ങാനുണ്ടായിരുന്നു, ഒന്ന് മാറിത്തരുമോ? അതിനെന്താ ഞാൻ നിന്നാൽ? ശരിയാവില്ല, അത്ര തന്നെ. അതെന്താ? എന്താ പ്രശ്നം? മാറുന്നില്ല. ഉദ്ദേശം ഞങ്ങൾക്ക് അറിയാം. ഏയ് വിട്ടുകളാ ആൻറ്റി, പ്ലീസ് ഒന്നിറങ്ങ്. പാർപ്പിച്ചേരിന് വന്നാണ്. അവിടെയുള്ള ആർക്കും അറിയത്തില്ലല്ലോ. ബാഗ് എവിടെ? ബാഗിൽ എന്തോ വിൽക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. ഞാൻ പറഞ്ഞില്ല നമ്മളെ വീട് വെച്ച് കണ്ടിട്ടുണ്ടെന്ന്. അതിനിപ്പോ എന്ത് പറ്റി? ഇവിടുന്ന് വിട്ടു മാറുന്നില്ല, ബാഗിൽ എന്തോ എടുത്ത് വെക്കുന്നതും കണ്ടു. വിട്ടുകളാ. അതങ്ങനെ വിട്ടുകളഞ്ഞാൽ പറ്റും. ഞാൻ പോലീസിനെ വിളിക്കട്ടെ? എന്റെ പെണ്ണാണ്. 17 വർഷം മുമ്പ്. അപ്പോൾ ബാഗിൽ വെച്ചത് ഞങ്ങളുടെ പഴയ ഒരു കുടുംബ ഫോട്ടോ. എന്തോ ദുശകനം പോലെ തോന്നുന്നുണ്ടല്ലോ. 6 മണിയായി, വെട്ടമൊന്നും വന്നില്ലല്ലോ. മഴക്കാറായിരിക്കും. ഞാനും അതാ ചിന്തിക്കുന്നേ. ഹലോ, അവിടെ എന്തായി? ലോകം ഇരുട്ടിൽ, മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ അപകടത്തിലായിക്കൊണ്ട് സൂര്യൻ മറഞ്ഞു. ജനങ്ങൾ പരിഭ്രാന്തിയിൽ. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് അപ്രത്യക്ഷമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ ആരും തന്നെ പരിഭ്രാന്തരായി പുറത്തിറങ്ങി. ശാസ്ത്രലോകം ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ജനങ്ങളാകെ ഭീതിയിലാണ്.
ഇരുട്ട് വിഴുങ്ങിയ വഴികളിലൂടെ ഞങ്ങളുടെ റിപ്പോർട്ടർ സോണയുണ്ട്. സോണ, പറയൂ സോണ. ഞാനിപ്പോൾ നിൽക്കുന്നത് റാന്നി ഇട്ടിപ്പാറയിലാണ്. കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. വിജനമായ റോഡിലൂടെ ഇടയ്ക്ക് പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കും. അതിനേക്കാൾ സങ്കടകരമാണ് വിശന്നു വരഞ്ഞു കിടക്കുന്ന ഭിക്ഷാടകർ. പട്ടണത്തെ അപേക്ഷിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ കടകമ്പോളങ്ങൾ തുറന്നു കിടപ്പുണ്ട്. സാധനങ്ങൾ വാങ്ങാനായി ആൾക്കാർ ക്യൂ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും നാളെ എന്ത് എന്നുള്ളതാണ് ജനങ്ങളുടെ ആശങ്ക. പപ്പ എവിടെ ആയി പപ്പ? വീട്ടിൽ വരാറായോ പപ്പ? വീട്ടിൽ വരാമോ പപ്പ? എനിക്ക് പേടിയാകുന്നു. മോനെ, റൂമിൽ തന്നെയല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. റൂമിൽ നിന്ന് പുറത്തങ്ങ് ഇറങ്ങരുതേ. ഇരുട്ടാണു ചുറ്റും ഇരുട്ട്, മനുജനു ഭയമുള്ള കൂരിരുട്ട്. ഇരുട്ടാണു ചുറ്റും ഇരുട്ട്, മനുജനു ഭയമുള്ള കൂരിരുട്ട്. മിഴികൾ തുറന്നാലും മിഴികളടച്ചാലും അരികിലെത്തുന്ന ഇരുട്ട്. രാവിന്റെ തോഴനാകുന്നൊരു കൂമനും ചിറകിട്ടടിക്കും നരിച്ചീറിനും ഒരുപോലെ പ്രണയിക്കുവാനിരുട്ട്. അനുവാദമില്ലാതെ ഏകനായെങ്ങും കടന്നു ചെല്ലുന്ന ഇരുട്ട്. അനുവാദമില്ലാതെ ഏകനായെങ്ങും കടന്നു ചെല്ലുന്ന ഇരുട്ട്. വെളിച്ചമേ നിനക്കെന്നും വെളുക്കെ ചിരിക്കുവാൻ തുണ വേണമെന്നതും സത്യമല്ലേ? കത്തിജ്വലിക്കും സൂര്യനുണ്ടാവണം, പാലൊളി തൂകും ചന്ദ്രനുണ്ടാവണം, വൈദ്യുത കാന്തിക തരംഗമുണ്ടാവണം, മൺചിരാതിന്റെ പ്രകാശമുണ്ടാവണം. ഉരുകും മെഴുകിലെ കത്തണ തിരിയോ മിന്നിപ്പറക്കും.
പേടിപ്പിച്ച് കളഞ്ഞല്ലേ. ടീച്ചറേ, നാളെ സൂര്യന് വെച്ചില്ലെങ്കിൽ എന്തോ സംഭവിക്കും?